എനിക്കൊരു കഴിഞ്ഞ കാലമുണ്ട്, ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു കാലം. ഇത് എന്തിനുള്ള പുറപ്പാടാണ്ടോ? ഏതാടാ അവതാരം? വിളിക്കാല്ലോ, പക്ഷെ ആ വിശ്വരൂപം കണ്ടാരും ഞെട്ടരുത്. ആരാണ് അയാൾ? കാണൂ, കണ്ണു തള്ളൂ. നീ പിന്നെ ലാഗാക്കണല്ല. നിന്റെ അമ്മയുടെ നായര് പറയണം. അതെ, അത് മറ്റാരുമല്ല, തലക്കടി 2 എന്ന പടത്തിലെ വില്ലനായ താക്കുറേട്ടന്റെ പൊന്നോമന പുത്രൻ മുന്ന എന്ന് വിളി പേരുള്ള അങ്ങനെ നമ്മുടെ മൊണ്ണയുടെ പെരുന്നാൾ ആഘോഷത്തിന്റെ സമയത്ത് താക്കുറേട്ടന്റെ പവർ കണ്ട് കുണ്ടാമണ്ഡിതനായി നിൽക്കുന്ന നമ്മുടെ മൊണ്ണേഷിനെ വിളിച്ചിട്ട് താക്കുറേട്ടൻ പറയാ, ഇതാണ് എന്റെ സിംഹക്കുട്ടി. ഹാപ്പി ബർത്ത്ഡേ ബാബു. പറയട കുട്ടാ, നിനക്ക് എന്ത് ഗിഫ്റ്റാ വേണ്ടേ? എനിക്ക് എന്റെ അച്ഛനെ പോലെ പവർ മതി. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. നിനക്ക് പവർ ഒന്നും ഞാൻ പവറിനെ അവിടെ പോടർക്ക Solomon Singh is the only power. എന്നും പറഞ്ഞ ആക്കി അങ്ങോട്ട് വിടും ചെക്കനെ. ഇതിന്റെ ദേഷ്യം തീർക്കാൻ വേണ്ടി അമ്പലത്തിൽ വന്ന് രവിയണ്ണന്റെ മേത്തേക്ക് ഒന്ന് കേറാൻ നോക്കും നമ്മുടെ മൊണ്ണേട്ടൻ. പിന്നെ അവിടെ നടന്നത് എന്നാ കുറച്ച് പടക്കം പൊട്ടുന്ന എഫക്ട് വെക്കേ. ചെയ്യൂല ബേബിച്ചേട്ടാ, വൃത്തിയോട് ചെയ്യൂല. അങ്ങനെ രവിയേട്ടന്റെ അടി കൊണ്ട് നമ്മുടെ മൊണ്ണേട്ടൻ കോമയിലാകും. തെറ്റെന്റെ ഭാഗത്താ. കോമയിൽ കിടക്കണം നമ്മുടെ മൊണ്ണ എണീറ്റ് കിടക്കണമെങ്കിൽ മിനിമം 5 മാസമെങ്കിലും എടുക്കുമെന്ന് പറയുന്ന സമയത്താണ് രവിയേട്ടൻ വന്നിട്ട് അവനെ മെഡിക്കൽ മിറാക്കിൾ കാണിച്ച് രക്ഷിച്ച് കൊണ്ടുവരുന്നത്. എന്നിട്ട് നമ്മുടെ മൊണ്ണെ തൂക്കി പിടിച്ചെടുത്തു കൊണ്ടുവന്നിട്ട് പറയാ, ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഇവനെ റെഡി ആക്കിയിട്ട് രവിയണ്ണന്റെ അടുത്ത് അടിപിടി ഉണ്ടാക്കാം. പിന്നെ ഉമാർ അവനെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോകും. 1000 പ്രാവശ്യം ഈ നായിന്റെ മോനോട് വരാനുള്ളത് വഴി തങ്ങില്ല. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? നിൽക്കുന്നില്ല. എടാ മൊണ്ണേ എന്ന് വിളിച്ചു വന്ന ടാക്കൂറേട്ടനെ കാണാൻ പോലും ഒന്നും സമ്മതിക്കാണ്ട് വലിച്ചൊറ്റേറാ എന്നിട്ട് തൂക്കി പിടിച്ച് ആശുപത്രി കൊണ്ടുപോയിട്ട് പറയാ, അതേ ട്രീറ്റ്മെന്റ്, അതേ മെഡിസിൻ, ഞാൻ റെഡിയാണ്, നിങ്ങൾ റെഡിയാണോ? പിന്നല്ല, അതെപ്പോ റെഡിയായി എന്ന് ചോദിച്ചാൽ പോരെന്ന് പറഞ്ഞ അവനെ പിടിച്ചോണ്ട് വന്നിട്ട് ആകാശത്തേക്ക് വെടിയും പൊട്ടിച്ചോണ്ട് നിൽക്കുന്ന സമയത്ത് അവൻ പറയാ, അച്ഛാ എനിക്ക് പറ്റൂല അച്ഛാ, അവൻ എന്നെ കൊന്നു. പക്ഷെ ഇത് കേട്ട ടാക്കൂറേട്ടനൊന്നും സമ്മതിക്കില്ല, പുള്ളിക്കാരൻ അഭിമാനിയാ. അതുകൊണ്ട് എല്ലാവരും വിളിച്ചു വരുത്തി ഇവൻ അവരുടെ മുമ്പിൽ വെച്ച് വെടിവെച്ച് അങ്ങോട്ട് കൊല്ലും. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്? ഈ കാണുന്നതല്ലവൻ, ഈ കാണിക്കുന്നതല്ലവൻ, പിന്നെ ആരാവൻ? Many months later. கொஞ்சம் அங்கே பாரு கண்ணா. ഇത് Killing you is very easy, Marco. ഈ വേദന നീ അറിയണം. വെച്ചടി കേറ്റമായിരിക്കും.